സുഹൃത്തുക്കളെ, പൗരത്വ രജിസ്റ്റർ നിർമ്മാണത്തിൽ ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. എന്താണ് ഈ പൗരത്വ രജിസ്റ്റർ? ആർക്കാണ് പൗരത്വം? എന്തിനാണ് പൗരത്വം? യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ, ജനാധിപത്യ രാജ്യത്തിലെ പൗരത്വം രജിസ്റ്റർ എന്നാൽ, അല്ലെങ്കിൽ വോട്ടർ ID എന്നാൽ, യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ രജിസ്റ്ററാണ്, അതിൻ്റെ ഉടമാവകാശമാണ്. ആ ഉടമാവകാശ രേഖയാണ് യഥാർത്ഥത്തിൽ പൗരത്വ രജിസ്റ്ററിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടുക എന്നുള്ളത്. വോട്ടർ പട്ടിക എന്നത് ഒരു ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിലെ ഉടമകളുടെ യഥാർത്ഥ രജിസ്റ്ററാണ്. ആ രജിസ്റ്റർ എന്നത്, ഇത് താത്വികമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം നട എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും ഇല്ലാതാക്കാൻ അന്ന് തന്നെ വെള്ളക്കാരൻ നമ്മളെ ഭരിച്ചിരുന്ന, നമുക്ക് സ്വാതന്ത്ര്യം തന്നതാണ്, അല്ല നമ്മൾ അനുഭവിക്കുന്നതല്ല. സ്വാതന്ത്ര്യം തന്ന വെള്ളക്കാരൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതിനായിട്ട് അവർ നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഭരണഘടനയിൽ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് റവല്യൂഷനിലെ നമ്മുടെ മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായിട്ടും തടയിടാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചിട്ടാണ് അവർ പോയത്. നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഭരണഘടനയിലെ വെള്ളക്കാരൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരാൽ വെള്ളക്കാരൻ്റെ താല്പര്യത്തിനനുസരിച്ചായിട്ട് ഉണ്ടാക്കിയ ഒന്നാണ് നമ്മളെ ഭരണഘടന എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ആരോപിച്ചാൽ നിങ്ങൾ എന്താണെങ്കിലും പറയാം. അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. എന്താണ് ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്തിലെ പൗരൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പരമാധികാരങ്ങൾ? ആദ്യത്തെ പരമാധികാരം ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാൻ എന്താ വേണ്ടത്? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, അല്ലെങ്കിൽ തൊഴിൽ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എന്തെങ്കിലും അതിലുണ്ടോ? നേരെ മറിച്ച് കൗശലക്കാരനായ വെള്ളക്കാരൻ സ്വത്തവകാശം അതിൽ നിലനിർത്തിയിട്ടുണ്ട്. സ്വത്തവകാശം നിലനിർത്തിയാൽ അത് ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ സ്വത്തവകാശം അന്ന് ആരുടെ കയ്യിലായിരുന്നു സ്വത്തുണ്ടായിരുന്നത്? ആകെ 11% ആൾക്കാർക്ക്. അതായത് ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലായിരുന്നു. അത് ഉറപ്പിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. എന്തോ ഭാഗ്യവശാൽ നമ്മുടെ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് ഒരു നിയമനിർമ്മാണത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഭൂപരിഷ്കരണ നിയമം വഴി അതില്ലാതാക്കി. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. ആർക്കാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടത്? 3 നേരം ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് എന്താ അഭിപ്രായത്തിൻ്റെ ആവശ്യമുള്ളത്?
പിന്നൊന്ന് മതസ്വാതന്ത്ര്യം. മതത്തിനാണ് അവർ പരമാവധി എല്ലാ സൗകര്യങ്ങളും വെച്ചു കൊടുത്തത്. മതസ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിച്ചു എന്ന് തന്നെ വെച്ചോ. ഈ ലോകത്തുള്ള പാരമ്പര്യ സംസ്കാരത്തിൽ ഏതൊരാളും വിശ്വസിച്ചു വന്നിരുന്ന സംസ്കാരത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം അത് നമ്മൾ അംഗീകരിക്കാം. പക്ഷേ എന്തിനാണ് അത് പ്രചരിപ്പിക്കുന്നത്? അത് പ്രചരിപ്പിക്കുക, അതിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. ആർട്ടിക്കിൾ 25, 26, 27, 28, 29 മുഴുവൻ മതത്തിൻ്റെ പേരിലാണ്. മതപരിവർത്തന സ്വാതന്ത്ര്യം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മതപ്രചാരണ സ്വാതന്ത്ര്യം. മതം ഒരു വ്യക്തിപരമായ ആവശ്യമാകുമ്പോൾ അതിനെന്തിനാ പ്രചരിപ്പിക്കണേ? പിന്നെ മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ മതസ്ഥാപനങ്ങൾക്കുള്ള നികുതി ഇളവിനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മളെ ഉണ്ടാക്കിയതുകൊണ്ടുകൂടി അതുകൊണ്ട് അവർക്കുണ്ടായ ഗുണം എന്താ വെച്ചാൽ അവരുദ്ദേശിച്ച മതങ്ങൾക്ക്, ആ മതസ്ഥാപനങ്ങൾക്ക്, അവർ ആർജിച്ച സമ്പത്തുകൾക്ക് ഒക്കെ ഒരു സ്ഥായിയായ നിലനിൽപ്പും സംരക്ഷണവും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു അർത്ഥം. അതേപോലെ അന്നേ ഉണ്ടായിരുന്ന എല്ലാ സമ്പന്നർക്കും, ജന്മിമാർക്കും, ബ്രിട്ടീഷുകാരായ സമ്പന്നർക്കും അവരുടെ ഭൂമി, അവരുടെ സ്വത്തുക്കൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ ഈ ഭരണഘടനയോട് സാധ്യമായി. യഥാർത്ഥത്തിൽ ഇക്വാലിറ്റിയാണ് എന്നാണ് ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. പക്ഷേ ആർക്കാണ് സ്വാതന്ത്ര്യം? ഇതൊക്കെ ഉള്ളവന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അവന് മാത്രമേ അത് അവകാശപ്പെടാനുള്ള വകുപ്പുകളുള്ളൂ. പട്ടിണി കിടക്കുന്ന, ഭൂമിയില്ലാത്ത, സ്വന്തമായ അവകാശമില്ലാത്ത, ഉടമാവകാശമില്ലാത്ത ഒരുത്തന് എന്ത് സ്വാതന്ത്ര്യം? അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പൗരത്വ രജിസ്റ്ററിൽ ഈ വോട്ടർ ID എന്ന് പറയുന്നതും അല്ലെങ്കിൽ പൗരത്വം ഉറപ്പിക്കുന്ന കാർഡും 100% ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്തിലെ ഉടമാവകാശത്തിൻ്റെ അല്ലെങ്കിൽ അത് എങ്ങനെ പരിപാലിക്കപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ള അയാളുടെ ഷെയറിൻ്റെ, അയാളുടെ പങ്കാളിത്തത്തിൻ്റെ അവകാശമാണ് യഥാർത്ഥത്തിൽ ഈ പൗരാവകാശം എന്നത്. അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമുണ്ടോ? ഇന്ത്യക്കാരായി ജനിച്ചു വളർന്ന ഇന്ത്യക്കാർക്ക് ഇതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ശ്രമമുണ്ടോ നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണർക്ക് എന്ന് സംശയിക്കുന്നതാണ് ഇപ്പം നടക്കുന്ന ധൃതി പിടിച്ചുള്ള ഈ പൗരത്വ രജിസ്റ്റർ പരിഷ്കരണ അവസ്ഥകൾ നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവരവരുടെ പൗരത്വം, അവരുടെ ഉടമാവകാശം, അവർ ഈ തലമുറകളായി ജനിച്ച പൂർവികരോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നുന്നവർക്ക്, അല്ലാത്തവർക്ക് വേണ്ട കേട്ടോ, അല്ലാത്തവർക്ക് വേണ്ട. അതായത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക മാതാപിതാക്കളുടെയോ പ്രദേശത്തു നിന്നോ ജനിച്ച ഒരാളാണ് എന്ന് തോന്നാതെ ഞങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട്, ഈ ഭൂമിയിൽ, ഈ നാട്ടിൽ, ഇവിടെയുള്ള
ശുദ്ധവായു, ഇവിടെയുള്ള അന്തരീക്ഷം, ഇതൊക്കെ എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന അവകാശബോധം ഉള്ള ഒരാളും പൗരത്വ ഭേദഗതി രജിസ്റ്ററിനെ അവഗണിക്കരുത്. അവരുടെയൊക്കെ പൗരത്വം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് വരെ അവർ പരമാവധി പോരാടണം. അതിനുവേണ്ടി അവരുടെ എല്ലാ കഴിവുകളും, എല്ലാ സാമൂഹ്യമായ സാമ്പത്തികമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പോരാടണം. അതിന് ഇപ്പോൾ നമ്മളെ ഈ പിണറായി ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ID കാർഡ്, അതായത് നാറ്റിവിറ്റി കാർഡ്, വലിയൊരു ഉപകാരവും ഉണർവും പ്രചോദനവും നൽകുന്ന ഒന്നാണെന്നും അതിന് പിണറായിയെയും ഈ LDF സർക്കാരിനെയും അഭിനന്ദിക്കുന്നതായും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.